അരുൺരാജ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ, ദ്വാരപാലക കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. മാത്രമല്ല, അരുൺരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുരാരി ബാബുവിനെ സംബന്ധിച്ച് 2 കേസിലും ഒരുപക്ഷെ പുറത്തിറങ്ങുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അരുൺരാജ്, പ്രോസിക്യൂഷൻ പക്ഷേ വാദിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകരുത്, പുറത്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളം വിട്ടുപോകാൻ സാധ്യതയുണ്ട്, ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, നിർണായക തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഈ 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായി ജാമ്യം ലഭിക്കും, അതിനകം ആ കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള സാമാന്യ ധാരണയൊക്കെ ഉള്ളവരാണല്ലോ ഈ സംഘത്തിലുള്ളത്. അരുൺരാജ്, തീർച്ചയായും ദിലീപ് കുമാർ, കാരണം ഭാഗികമായ കുറ്റപത്രമെങ്കിലും കോടതിക്ക് മുമ്പാകെ എത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് എത്തിയില്ലെന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കാരണം ഇതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിക്കുള്ളിൽ എന്താണ് തന്റെ വാദം എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് 90 ദിവസമാകുമ്പോൾ പ്രതികൾ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്. സ്വാഭാവിക നീതിക്ക് ആ പ്രതികൾ കൂടി അർഹരാണ്. അതാണ് കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗം ഇന്ന് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ. ആ വാദം കോടതി ശരിവെക്കുന്നുണ്ട്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടി പോയാൽ ഈ പ്രതികൾ തന്നെ മേൽക്കോടതിയെ സമീപിക്കും. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. കോടതി അത്തരത്തിലൊരു തീരുമാനം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. കാരണം പ്രതികൾക്ക് 90 ദിവസം ഈ റിമാൻഡിൽ തുടരുകയാണ്. ഇടക്കാലമായി എന്തെങ്കിലും തരത്തിൽ ഭാഗികമായ ഒരു കുറ്റപത്രം പോലും നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പല പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് 13ാം പ്രതിയായ തന്ത്രിയടക്കം ഇപ്പോഴും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. SIT അന്വേഷണം അതിൽ ചെറിയ വീഴ്ചകൾ എവിടെയൊക്കെ നിഴലിക്കുന്നു എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ അവർ ഈ ഉദ്യോഗസ്ഥരുടെ കുറവാണ് ചൂണ്ടിക്കാട്ടിയതെങ്കിൽ ഇപ്പോൾ ഈ 90 ദിവസമായിട്ടും ഒരു ഭാഗിക കുറ്റപത്രം പോലും ഈ വിചാരണ കോടതിക്ക് മുമ്പാകെ ഈ കോടതിക്ക് മുമ്പാകെ, കേസ് പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ ഒരു പരിശോധന വിധേയമാകേണ്ടത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. മുരാരി ബാബുവിന് 2 കേസിലും ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത്. ആ 2 കേസ്, കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും SITയുടെ വാദം, SITയുടെ കോട്ടിംഗ് കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മെയിൻ കൾപ്രിറ്റ് ഇവർ 2 പേരുമാണ് ഈ കേസിലെ പ്രധാന കുറ്റവാളികൾ, ഈ മുഖ്യ സൂത്രധാരന്മാർ എന്നാണ് SIT ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആ മുഖ്യ സൂത്രധാരന്മാർ തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, SITക്ക് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട SIT പറയുന്നത് ഈ തെളിവുകൾ പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, തൊണ്ടിമുതലുകൾ പൂർണ്ണമായും സീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഒരു ഭാഗികമായ കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങുന്നു. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും തനിക്ക് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുരാരി ബാബു ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു. 2 ആഴ്ച വ്യത്യാസത്തിൽ ഇനി കൂടുതൽ പ്രതികൾ ഇതേ ആവശ്യം ഉന്നയിച്ച് കോടതിക്ക് മുമ്പാകെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 22 രാത്രിയിലാണ് മുരാരി ബാബുവിനെ 2 കേസിലും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യ കേസിൽ മാത്രമാണ് ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് 2ാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടിക്രമങ്ങൾ, ഈ അറസ്റ്റ് ജാമ്യം ലഭിച്ചാലും പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു തടസ്സം നിലനിൽക്കുന്നത്. പക്ഷേ മുരാരി ബാബുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തടസ്സമേ ഇല്ല. ഈ കോടതി 2ഉം ഒറ്റ ഹർജിയായിട്ടാണ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കേസിലും ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണത്. സ്വാഭാവിക ജാമ്യമാണ്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൽ SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. ഇനി എത്ര വലിയ ഉപാധികൾ മുന്നോട്ട് വെച്ചാൽ പോലും ആ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം SIT ഉണ്ടാക്കി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇന്ന് കോടതിയിൽ എത്തിയിട്ടില്ല. ഇനി ഇതിലുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം അല്പസമയത്തിന് തന്നെ കോടതിക്ക് ഉള്ളിൽ ഉണ്ടാകും. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ അതിൽ എങ്ങനെയാണ് ഇനി പ്രോസിക്യൂഷൻ അതിനെ എതിർക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്നലെ വന്നപ്പോൾ അതിനെ എതിർക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം 90 ദിവസമായിട്ടും കുറ്റപത്രമില്ല, എന്ത് പറഞ്ഞ് എതിർക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയില്ല. അതേ അവസ്ഥ തന്നെ ഇപ്പോൾ മുരാരി ബാബുവിന്റെ കേസിലും അന്വേഷണ SITക്ക് പ്രോസിക്യൂഷന് ഇപ്പോൾ കോടതിക്കുള്ളിൽ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട SITക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.